റേഷൻ പച്ചരി കൊണ്ട് അവലോ തേങ്ങയോ ഒന്നും ചേർക്കാത്ത പുറമെ നല്ല ക്രിസ്പി ആയിട്ടുള്ള എന്നാൽ അകത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അപ്പത്തിന്റെ റെസിപ്പി നോക്കിയാലോ. തേങ്ങ ഒരു തുള്ളി പോലും അരയ്ക്കാത്ത ഒരു പാലപ്പത്തിന്റെ റെസിപ്പിയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോണത്. കറക്റ്റ് കാഴ്ചയിൽ പാലപ്പമാണ്, പക്ഷെ പാലപ്പം അല്ലേന്ന് വെച്ചാൽ പാലപ്പല്ല കേട്ടോ. കാരണം നമ്മൾ ഇതിനകത്ത് തേങ്ങ അരയ്ക്കാത്ത ഒരു അപ്പമാണ് ഉണ്ടാക്കാൻ പോണത്. പക്ഷെ കാഴ്ചയിൽ പാലപ്പം പോലെ തന്നെ ഇരിക്കും, ടേസ്റ്റും ഏകദേശം അതുപോലെ തന്നെ ഇരിക്കും കേട്ടോ. ഉണ്ടാക്കി വെച്ചാൽ വൈകുന്നേരം വരെ സോഫ്റ്റ് ആയിട്ട് തന്നെ ഉണ്ടാവും. നമ്മൾ പ്രധാനപ്പെട്ട 2 ഇൻഗ്രീഡിയന്റ് വെച്ച് തന്നെയാണ് ഈ പാലപ്പവും ഉണ്ടാക്കാൻ പോണത്. തേങ്ങ ഇല്ലെങ്കിൽ പിന്നെ തേങ്ങാപ്പാലാണ് ഒഴിക്കുന്നത്, അല്ലെങ്കിൽ അവലൊഴിക്കുന്നുണ്ടോ അല്ല അവലിടുന്നുണ്ടോ എന്നൊക്കെയുള്ള ഡൗട്ടിലായിരിക്കും നിങ്ങൾ. ഇതൊന്നും നമ്മൾ ഈ അപ്പത്തിൽ വേണ്ടിയിട്ട് ചേർക്കുന്നില്ല. ഞാൻ ഇവിടെ ഒരു 2 ഗ്ലാസ് പച്ചരി നമ്മൾ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് റേഷൻ കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുന്ന പച്ചരിയാണ് കേട്ടോ, നല്ല പച്ചരിയാണ്. അപ്പൊ ഇത് വെച്ചിട്ടാണ് ഞാൻ അപ്പം ഉണ്ടാക്കുന്നതും ഇഡ്ഡലിക്ക് അരയ്ക്കുന്നതും ഒക്കെ ഈ അരി തന്നെ വെച്ചിട്ടാണ്. ഇത് ഞാൻ 6 മണിക്കൂർ കുതിർത്ത് വെച്ച പച്ചരിയാണ് കേട്ടോ. അപ്പൊ നമ്മളിപ്പോ അരച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് രാവിലെ അരച്ചാൽ രാത്രി വൈകുന്നേരം ആകുമ്പോഴത്തേക്കും അപ്പത്തിന്റെ മാവ് ശരിയാവും. അല്ലെങ്കിൽ രാത്രി അരച്ച് വെക്കുകയാണെങ്കിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കാനായിട്ടും പറ്റും. ഇതിന്റെ കൂടെ നമ്മൾ മെയിൻ ആയിട്ട് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ ഉണ്ടാവണ ചോറാണ് കേട്ടോ. അപ്പൊ ചോറും ഈ പച്ചരിയാണ് നമ്മുടെ ഈ അപ്പത്തിലെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയിട്ട് വരുന്നത്. ബാക്കിയെല്ലാം സൈഡാണ് കേട്ടോ. ബാക്കി എന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ട്, അത് ഞാൻ വഴിയെ കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പോൾ കുതിർത്ത് വെച്ച പച്ചരി ഞാൻ കഴുകി എടുത്തിട്ടുണ്ട്. നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. 2 ഗ്ലാസ് പച്ചരിയാണ് കേട്ടോ ഞാൻ ഇവിടെ എടുത്തേക്കുന്നത്. ഞങ്ങൾ ഇവിടെ 4 ഗ്ലാസ് എന്നൊക്കെ പറയും. നിങ്ങൾ ഏത് ബൗളിലാണെങ്കിലോ അല്ലെങ്കിൽ കപ്പിലാണെങ്കിലോ നിങ്ങൾ 2 ഗ്ലാസ് വെച്ച് എടുത്താൽ മതി. അപ്പൊ അതിന് അനുബന്ധിച്ചിട്ടുള്ള ബാക്കിയുള്ള സാധനങ്ങളുടെ അളവ് ഞാൻ പറഞ്ഞുതരാം. 2 ഗ്ലാസ് പച്ചരിയിൽ 1 ഗ്ലാസ് പച്ചരി നമ്മൾ ഇതുപോലെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി 1 ഗ്ലാസ് അരി നമ്മൾ ഇതേ പാത്രത്തിൽ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഈ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോണത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു കപ്പ് ചോറാണ് ഞാൻ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. കയ്യിൽ അളവെടുക്കുകയാണെങ്കിൽ 2 ചെറിയ വാളം ചോറ് കേട്ടോ. പാത്രത്തിലാണെങ്കിൽ ഇതാ ഈ ഒരു ബൗൾ കണക്കിന് ചോറാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത്. ഇത് നമുക്ക് ഇതുപോലെ പച്ചരിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ അരച്ചെടുക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ലപോലെ അരച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ചോറ് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് അടിക്കുന്നതിന് മുമ്പ് ഇതാ നമുക്കൊരു അല്പം ഈസ്റ്റ് ഇട്ട് കൊടുക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. നമ്മൾ രാത്രി അടിച്ച് ഇതുപോലെ വെക്കുകയാണെങ്കിൽ നമുക്ക് രാവിലെ നല്ല കറക്റ്റ് ആയിട്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ അപ്പം പൊങ്ങി കിട്ടും. അപ്പൊ അതിനായിട്ട് നമ്മളൊരു അല്പം ഈസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു കുഞ്ഞു മൂടിയാണ് കേട്ടോ, നമ്മൾ ഈസ്റ്റിന്റെ കുപ്പിയുടെ മൂടിയാണ്. അതിനകത്തൊരു അല്പം ഈസ്റ്റ് ഇട്ട് കൊടുക്കാം. ഞാൻ എടുത്തത് മുഴുവനായിട്ട് ഇട്ടിട്ടില്ല, ഒരു അല്പം മാത്രമേ, ഒരു പിഞ്ച് മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ഇനി ഈസ്റ്റ് ഇടാൻ താല്പര്യം ഇല്ലാത്തവർക്ക് നമ്മുടെ ദോശയുടെ ഒക്കെ മാവ് ബാക്കി ഉണ്ടെങ്കിൽ, പുളിമാവ് ഉണ്ടെങ്കിൽ നമുക്ക് അതൊരു 2 സ്പൂൺ ഒഴിച്ചു കൊടുത്താലും മതി. അപ്പോൾ ഈസ്റ്റ് ഇടാൻ എല്ലാവർക്കും ചിലപ്പോൾ ഇഷ്ടമുണ്ടാവില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു പുളിമാവ് അല്പം ഒഴിച്ചു കൊടുക്കാം. ഇനി ഞാൻ ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത് 2 ഗ്ലാസ് പച്ചരിയാണെന്ന് പറഞ്ഞല്ലോ. അപ്പൊ നമുക്ക് അതിനാവശ്യമുള്ള ഉപ്പ് ഇടേണ്ടതായിട്ടുണ്ട്. ഇപ്പൊ 2 ഗ്ലാസ് പച്ചരിക്ക് ഞാൻ ഇതുപോലെ 2 ടേബിൾ സ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. അത് പിന്നെ നമ്മൾ പൊടി കലക്കി കഴിഞ്ഞിട്ട് രാവിലെ പിന്നെ ഉപ്പിടേണ്ട ആവശ്യമൊന്നുമില്ല. ഡയറക്റ്റ് ആയിട്ട് നമുക്കിത് എടുത്ത് അപ്പം ചുടാവുന്നതാണ്. ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം ഒരല്പം പഞ്ചസാര കൂടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യത്തിന്, അതായത് ഇത് നികക്കാൻ പാകത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. ഞാനിത് അരച്ചെടുത്തിട്ട് വരാം. നമ്മളിവിടെ ഇത് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ മാവ് അരച്ചെടുക്കാനായിട്ട്. ഒട്ടും തരി ഇല്ലാതെ വേണം കേട്ടോ അരച്ചെടുക്കാനായിട്ട്. അപ്പൊ നമ്മൾ ഒരു ബാച്ച് ഇതുപോലെ അരച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ബാച്ച് അരയ്ക്കുമ്പോൾ ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവം ചേർക്കാനുണ്ട്, ഞാൻ പറഞ്ഞുതരാം. അപ്പൊ നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അരച്ച് വെച്ച മാവ് ഞാനിത് ഇവിടെ ഒരു പാത്രത്തിലേക്ക് മാറ്റി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ മാവ് അരച്ചെടുക്കാനായിട്ട്. അങ്ങനെ ആദ്യത്തെ ബാച്ചിൽ അടിച്ച് നമ്മുടെ പച്ചരി നമ്മളിവിടെ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോണത് നെക്സ്റ്റ് ബാച്ച് അടിക്കണം. അതിനു മുമ്പ് നമുക്ക് ഒരു കാര്യം കൂടി ചെയ്ത് തീർക്കാനുണ്ട്. അതിനായിട്ട് ഞാനിവിടെ ഒരു ചെറിയൊരു പാത്രം എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തേക്ക് ഒരു സ്പെഷ്യൽ സംഭവം ഇട്ട് കൊടുക്കാനായിട്ടുണ്ട്. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പാനിലേക്ക് ഇതൊരു ഫുൾ വലിയൊരു സ്പൂണ് റവയാണ്. ഇനി ആ പാനിലേക്ക് നമ്മൾ റവയാണ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഒരു ചീനച്ചട്ടി ആയാലും മതി. നമ്മൾ അത് എടുത്തിട്ട് അതിനകത്തേക്ക് നമ്മൾ എടുത്തു വെച്ച റവ ഇട്ട് കൊടുക്കാം. ആ ഒരു ഫുൾ സ്പൂണ് റവ നമ്മൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ പാത്രം എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരല്പം അടി കട്ടിയുള്ള പാത്രം എടുക്കണം കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ റവ കപ്പി കാച്ചുമ്പോൾ അടിക്ക് പിടിക്കും. അപ്പോൾ ഒരല്പം കട്ടിയുള്ള പാത്രം എടുക്കാൻ ശ്രദ്ധിക്കുക. നമ്മൾ ഇതിനകത്തേക്ക് ഇത്ര വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് അടുപ്പത്ത് വെച്ച് നല്ലപോലെ ഒന്ന് കുറുക്കിയെടുക്കണം. കണ്ടില്ലേ, നമ്മുടെ റവ ഇവിടെ നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട്. ഇതുപോലെ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കട്ടിയുള്ള പാത്രം തന്നെ എടുക്കണം എന്ന്. നമ്മൾ കട്ടി കുറഞ്ഞ ചീഞ്ചട്ടിയൊക്കെ എടുക്കുകയാണെങ്കിൽ ഇത് പെട്ടെന്ന് അടിയിൽ പിടിക്കും. അപ്പൊ നമ്മൾ ഇതുപോലെ ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് റവ കുറുക്കിയെടുക്കാം.
ഇപ്പൊ ഏകദേശം പാകമായിട്ടുണ്ട്. നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. കണ്ടില്ലേ, ഇത് നമ്മുടെ റവ കപ്പി കാച്ചാനായിട്ട് വെച്ചത് കുറുകി വന്നിട്ടുണ്ട്. നമ്മൾ വെള്ളം ഒരല്പം ഒഴിച്ചു കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ റവ വെള്ളം പറ്റി കട്ട പിടിച്ചു പോകും. അപ്പൊ ഇപ്പൊ നമ്മുടെ കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ തന്നെ നമ്മുടെ റവ വന്നിട്ടുണ്ട്. നമുക്ക് ഇതിനെ ഒന്ന് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. ചൂടാറിയതിനു ശേഷം മാത്രമേ മിക്സിയുടെ ജാറിലിട്ട് അടിച്ചു കൊടുക്കാവുള്ളൂ. അപ്പൊ ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇനി നമ്മൾ റവ കുറുക്കിയെടുത്ത ഈ മിക്സില്ലേ, ഇത് നമ്മുടെ പച്ചരിയിലിട്ട് നല്ലപോലെ അടിച്ചെടുക്കണം. ഇപ്പൊ ഏകദേശം നമ്മൾ കുറുക്കിയെടുത്തപ്പോൾ 2 സ്പൂണായിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മൾ എടുത്തു വെച്ച രണ്ടാമത്തെ പച്ചരിയുടെ ബാച്ചിൽ ഈ റവ ഇട്ട് അടിച്ചു കൊടുക്കാം. ഈ തവണ നമ്മൾ അടിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഒത്തിരി വെള്ളം ഒഴിക്കരുത് കേട്ടോ. നമ്മുടെ ഈ റവയുടെ മിക്സ് ഇട്ട് അടിക്കുമ്പോൾ തന്നെ ഏകദേശം വെള്ളമാവും. അപ്പൊ നമ്മൾ വീണ്ടും വെള്ളം ഒഴിക്കുകയാണെങ്കിൽ നമ്മുടെ ബാറ്റർ ഒത്തിരി ലൂസായി പോവും. അപ്പൊ നമ്മൾ ഇത് റവയുടെ മിക്സ് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരല്പം മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒത്തിരി വെള്ളമില്ലാതെ നമ്മൾ അടിച്ചെടുത്തതാണ് കേട്ടോ. നമ്മൾ റവ മിക്സ് ചെയ്യുമ്പോൾ തന്നെ ആവശ്യത്തിന് വെള്ളം വന്നോളും അടിക്കുമ്പോൾ. അപ്പോൾ ഒരുപാട് വെള്ളം ഒഴിച്ച് കൊളാക്കരുത്. നമ്മുടെ ആദ്യത്തെ ബാറ്ററിലേക്ക് നമ്മൾ രണ്ടാമത് അടിച്ചു വെച്ച ബാറ്ററും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇത്രേ ഉള്ളൂ നമ്മുടെ പണി. നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. മീൻ കറിയുടെ കൂടെയും ചിക്കൻ കറിയുടെ കൂടെയും നമ്മുടെ വെജിറ്റബിൾ കറിയുടെ കൂടെ ഒക്കെ സ്യൂട്ടായി പോകുന്ന ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അപ്പത്തിന്റെ റെസിപ്പിയാണ് പാലപ്പം എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പേരിട്ട് വിളിക്കാം. വെള്ളപ്പം അല്ല, പാലപ്പം ഇല്ലാത്ത ഒരു തരം അപ്പമാണ് കേട്ടോ. അപ്പൊ റേഷൻ കടയിൽ നിന്ന് പച്ചരിയൊക്കെ വാങ്ങുന്നവര് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇപ്പോൾ രാത്രിയാണ് ഞാൻ ഈ ബാറ്റർ അടിച്ചു വെക്കുന്നത്. രാവിലെ ആകുമ്പോഴത്തേക്കും നമ്മുടെ ബാറ്റർ നല്ല സെറ്റ് ആയിട്ടുണ്ടാവും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം ഉണ്ടാക്കണം എങ്ങനെയാന്ന് നാളെ രാവിലെ കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ പിറ്റേ ദിവസമായിട്ട് നമ്മുടെ അപ്പത്തിൻ്റെ ബാറ്റർ തുറന്നു നോക്കുമ്പോൾ നല്ല രീതിയിൽ തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. നല്ല ബബിൾസ് ഒക്കെ ആയിട്ട്. ഈസ്റ്റ് ഇട്ടുകൊണ്ട് തന്നെ പുളിയൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പത്തിന്. പക്ഷേ ഈസ്റ്റ് ഇടാൻ താല്പര്യം ഇല്ലാത്തവർക്ക് നമുക്ക് പുളിമാവ് അല്പം ഒഴിച്ചു കൊടുത്താലും മതി. നല്ല രീതിയിൽ തന്നെ ബബിൾസ് വന്നിട്ടുണ്ട്. എടുത്തതിന് ശേഷം ബാക്കി ബാറ്റർ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ നമ്മുടെ അപ്പത്തിൻ്റെ മാവ് പുളിച്ചു പോകാതെ നമുക്ക് നോക്കാനായിട്ട് പറ്റും. നമ്മൾ ഉപ്പ് എല്ലാം ഇട്ടതുകൊണ്ട് തന്നെ നമുക്ക് റെഡി ടു കുക്കായിട്ട് തന്നെ ചെയ്യാം. നമുക്കിനി വേറെ എക്സ്ട്രാ ഉപ്പൊന്നും ആഡ് ചെയ്യേണ്ടി വരില്ല. നമ്മൾക്ക് ഇതുപോലെ ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ചട്ടി ഒന്ന് ചൂടായിട്ട് നമുക്ക് ഇതുപോലെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ചട്ടി നല്ലപോലെ ചൂടാവണം എന്ന് വെച്ചാൽ പുകയാൻ പാടില്ല കേട്ടോ. അതിനു മുമ്പ് നമുക്കിതുപോലെ ഒരു തവി ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ ചുറ്റിച്ചെടുക്കാം. മാവ് ഒഴിക്കുമ്പോൾ തന്നെ നല്ല തീ വേണം. അതിന് ശേഷം നമ്മൾ ചുറ്റിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഒരല്പം തീ കുറച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് മൂടി വയ്ക്കാം. മൂടി വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ടാവും. കണ്ടില്ലേ, പുറത്ത് നല്ല ക്രിസ്പി ആയിട്ട് അകത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരപ്പം. ഇവിടെ കുട്ടികൾക്ക് നടുക്ക് ഇങ്ങനെ പൊങ്ങി നിൽക്കണം അപ്പം ഇഷ്ടമല്ല കേട്ടോ. ഇതുപോലെ ഫ്ലാറ്റ് ആയിട്ട് ഇരിക്കണം, എങ്കിലേ അവർ കഴിക്കുള്ളൂ. സ്കൂളിൽ ലഞ്ചിന് പാക്ക് ചെയ്യണതും അപ്പം തന്നെയാണ് കേട്ടോ. വൈകുന്നേരം വരെ അല്ലെങ്കിൽ ഉച്ച വരെ ഇരുന്നാലും നമ്മുടെ അപ്പത്തിന് ഒരു കുഴപ്പവും പറ്റില്ല. നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഉണ്ടാവും. ഇന്ന് അപ്പത്തിന് കടലക്കറിയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. നമ്മുടെ പച്ച തേങ്ങ അരച്ചിട്ടുള്ള കടലക്കറി, നല്ല കുറുകിയ ചാറായിട്ട്. പിള്ളേർക്ക് ഇവിടെ നല്ല ചാറ് വേണം, അതാണ് ഇത്രയും ചാറിലെടുത്തേക്കുന്നത്. തേങ്ങ വറക്കാതെ പച്ച തേങ്ങ തന്നെയാണ് നമ്മൾ ഈ കറിയിലേക്ക് അരച്ചൊഴിച്ചേക്കുന്നത് കേട്ടോ. കടലക്കറിയുടെ റെസിപ്പി വേണമെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ ചെയ്യാം. അങ്ങനെ നമ്മുടെ അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, നിറയെ ഹോൾസ് ഒക്കെ ആയിട്ട് നല്ല കിടിലൻ അപ്പം. അതും തേങ്ങ ഒന്നും അരയ്ക്കാതെ തന്നെ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ.